ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ വണ്ടി പോലീസുകാർ സീസ് ചെയ്ത് കൊണ്ടുപോവാണ്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ട്രാഫിക് എസ് ഐ വരുന്നതും കാത്തിട്ട് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സുധിയും ശ്രുതിയും കൂടി 50 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും നീലിമയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീലിമ ശ്രുതിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സർ, എനിക്ക് ഈ വീക്കെൻഡ് തന്നെ തിരിച്ച് കാനഡയിലേക്ക് പോകണം. എനിക്കിവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ നീലിമ പറയുന്ന സമയത്ത്, സർ 1 ഇയർ കഴിഞ്ഞതിന് ശേഷം ഇവളെ ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. ഇപ്പൊ ഇവളെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവളെ എസ്കേപ്പ് ആയി പോകും. തുടർന്ന് നീലിമ പറയുന്നുണ്ട്, ഇവിടെ സർ ഞാനൊരു പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. അവിടെ ബിസിനസ് ആവശ്യത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ദയവ് ചെയ്തിട്ട് എന്നെ വിടണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സർ കേട്ടില്ലേ, ശ്രുതിയുടെ കയ്യിൽ നിന്നും പണം എടുത്തോണ്ട് പോയിട്ട് കാനഡയില് അവള് ബിസിനസ് അത് ഇത് കാര്യങ്ങളിലൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കണോ? സർ, അവളുടെ അടുത്ത് എവിടെ വേണമെങ്കിലും പോയിക്കോളാൻ വേണ്ടി പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയ പണം ഞങ്ങൾക്ക് തിരികെ തന്നിട്ട് അവൾ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് കൂടെ കിടന്നതിന്റെ പ്രതിഫലമാണെന്നുള്ള കാര്യം ഒരു ഉളുപ്പുമില്ലാതെ നീ പറയുന്നുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ നീലമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സർ, ഞാൻ എന്തിനാ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്? പണം തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയൂ. ഇത് ലോയറുടെ അടുത്താണ് കേട്ടോ പറയുന്നത്. നിക്കു നീലിമ, ഞാൻ സംസാരിക്കട്ടെ എന്ന് ലോയർ പറയുന്നുണ്ട്. തുടർന്ന് SIന്റെ അടുത്ത്, സർ ഇവർക്ക് കാനഡയിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അവർക്ക് തിരികെ പോയേ പറ്റുള്ളൂ. അവള് കാനഡയിൽ പോയിട്ട് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരികെ വരും എന്നുള്ള കാര്യം വക്കീല് പറയുന്ന സമയത്ത് ഇത് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് ചോദിക്കുകയാണ് ശ്രുതി. ആ പേരും പറഞ്ഞിട്ട് അവള് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഓടിപ്പോകും. പണം തിരികെ തരാതെ ഇന്ത്യ എന്നല്ല ഈ സ്റ്റേഷൻ വിട്ട് നീ പോകില്ല. തുടർന്ന് സച്ചിയും അതുപോലെ രേവതിയും കൂടി നിൽക്കുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, എത്ര നേരം നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമേ. എന്ത് ചെയ്യാനാണ്, നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അയാളുടെ സൗകര്യത്തിനല്ലേ അയാൾ വരുള്ളൂ. അപ്പോഴേക്കും ഒരാൾ സ്കൂട്ടിയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു പോലീസ് ഓഫീസറാണേ. അയാളെ കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഓഹോ ഇയാള് ഇവിടെയാണല്ലേ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. എന്താ സച്ചിയേട്ടൻ അവരെ അറിയുമെന്ന് രേവതി ചോദിക്കുമ്പോ അറിയാം എന്ന് പറഞ്ഞ് സച്ചി അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. സാർ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ സച്ചി സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ സർ, സാർ ഇപ്പോ ഈ സ്റ്റേഷനിലാണോ? അതെ, കഴിഞ്ഞ മാസം മുതൽ എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതേ ഉള്ളൂ. അല്ല സച്ചി, താനെന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. വീണ്ടും ആരെയും പോയി തല്ലിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഏയ് സാർ അതൊന്നും അല്ല കാര്യം. എന്റെ വൈഫിന്റെ വണ്ടി പോലീസ് സീസ് ചെയ്ത് കൊണ്ടുവന്നു. എന്താ മോളെ നോക്കി വണ്ടി ഓടിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കാനോട്ടോ പോലീസുകാരൻ. സാർ, ഞാൻ അറിയാതെ ചെയ്തു പോയതാന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് കേട്ടോ. സാർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം എന്നുള്ള കാര്യം പറയുമ്പോ, അങ്ങനെ നമ്മൾ പറഞ്ഞാലൊന്നും വിടില്ലടോ. പണ്ടത്തെ മാതിരി ഒന്നല്ല, ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഫൈൻ കൊടുക്കാതെ എന്തായാലും വിട്ടു തരില്ല എന്നുള്ള കാര്യം പറയുമ്പോ, സാർ ഞാൻ ഫൈൻ കെട്ടാൻ റെഡിയാണ്, പക്ഷേ ട്രാഫിക് SI വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ, ഓ ആര്, സാറാണോ? സാർ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ വരും. നിങ്ങൾ ഫൈൻ കെട്ടിയിട്ട് വണ്ടി എടുത്തിട്ട് പോയിക്കോളൂ, ഞാനും പറഞ്ഞോളാം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും സാർ വണ്ടി കിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഫൈൻ കെട്ടിയ പിന്നെ എന്തിനാ വണ്ടി പിടിച്ചു വെക്കുന്നത്? ഉറപ്പായിട്ടും കിട്ടും. എന്തായാലും സാറ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. വേറെ എവിടെ നിന്നല്ല, ആ കാനഡ ജോബ് ഉണ്ടല്ലോ ആ ജോലിന്റെയാണ്. പണം നീലിമയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, പണവുമായിട്ട് ഞാൻ എത്രയും വേഗം തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം, ഇപ്പൊ കുറച്ച് ബിസിയാണ്, ഞാൻ നേരിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. തുടർന്ന് നീലിമ പറയുന്നുണ്ട്, സാർ എത്ര നേരം വെച്ചിട്ടാണ് ഇതേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ട് പണം തരാനൊന്നും പറ്റില്ല. അങ്ങനെ നീലിമയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും SIക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പെണ്ണാണെന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ സംസാരിക്കുകയാണോ? നിന്റെ സ്ഥാനത്ത് ഒരാണാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിന്നെ കൊണ്ട് ഞാൻ ഇപ്പൊ സത്യം പറയിപ്പിച്ചേനെ. എന്താ സാർ ഭീഷണിപ്പെടുത്താണോ? പുറനാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഈ കൺട്രിയിൽ എന്റെ റൈറ്റ്സ് എന്തൊക്കെയാന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നും നീ തന്നെയാണ് ഈ പണം പറ്റിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ തന്നെ 320 അതുപോലെ തന്നെ പണം എടുത്തോണ്ട് പോയതിന് 460 സെക്ഷനൊക്കെ നിന്റെ മേലിൽ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ എന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയതാണ്, അതിനൊരു സെക്ഷൻ ചേർക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന് സെക്ഷനൊന്നും ഇല്ല എന്ന് പറയാണേ. സർ, സാധനങ്ങൾ ഉടച്ചു പോയാൽ മാത്രമാണോ കേസ് ഉള്ളത്? ഇവള് പോകുന്ന സമയത്ത് എന്റെ മനസ്സ് ഉടച്ചിട്ടാണ് പോയിരിക്കുന്നത്, അതിനും ചേർത്തിട്ട് വേണം കേസ് എടുക്കാൻ വേണ്ടിയിട്ട്. തുടർന്ന് SI നീലമേയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോ കേസ് ചാർജ് ചെയ്തിട്ട് നേരെ കോർട്ടിലേക്ക് കൊടുത്തുവിടാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, അത് നിനക്ക് തന്നെയാണ്. ഈ
സ്ഥലം വിട്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സാർ എനിക്ക് പോകണം, എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മോഷ്ടിച്ച കാശ് പോരല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇവിടെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒരു കാര്യവും നടക്കില്ല. പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി പോവാന്നല്ലേ പറഞ്ഞത്, അതും നടക്കില്ല. അവസാനം നിന്റെ മേലാണ് തെറ്റ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് വഴി നിങ്ങൾ ഈ പണം അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ജയിൽ ശിക്ഷ കിട്ടാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ അതാദ്യം ചെയ്യൂ. ഇവിടെ പിടിച്ച് ഉള്ളിടാൻ വേണ്ടി പറയണേ ശ്രുതി. എന്നെ പോലെ പാവപ്പെട്ട ആണുങ്ങളെ കബളിപ്പിക്കുന്ന പെണ്ണുങ്ങളൊന്നും ഒരിക്കലും പുറം ലോകം കാണാൻ വേണ്ടി പാടില്ല സർ. നിക്ക് ശ്രുതി, നിങ്ങളെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ തന്നെ സംസാരിച്ച് എല്ലാ പ്രശ്നവും തീർത്തിട്ട് പോകുന്നതാണ് നല്ലത്. വക്കീൽ സാറിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് മനസ്സിലാക്കി വിടൂ. ശരി സർ, ഞാൻ സംസാരിച്ചിട്ട് വരാം. വരും നീലിമ എന്ന് പറഞ്ഞിട്ട് വക്കീൽ കൂട്ടിക്കൊണ്ടുപോവാണേ. തുടർന്ന് വീണ്ടും സച്ചിയെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി ചായ മേടിച്ചു കൊടുക്കുന്നുണ്ട് രേവതിക്ക്. രേവതി അത് കുടിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് കുടിക്കുക എന്നുള്ള മട്ടില് ആ കപ്പ് ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചിയേട്ടൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ പിന്നെ വയറ് നിറച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടൻ നമുക്ക് അടുത്തുള്ള കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ടേ. ആ സമയത്തിനുള്ള എസ്ഐ വന്നിട്ട് നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം കണ്ടിട്ട് അദ്ദേഹം അവിടുന്ന് പോയാലോ? അയ്യോ വേണ്ട വേണ്ട, അവര് വന്നതിന് ശേഷം നമുക്ക് പോയിട്ട് കഴിക്കാം. എന്നാ ചായ കുടിക്കാൻ നോക്ക്. സച്ചേട്ടാ, ബോക്സിനകത്ത് ഒരു 20 പോളം പൂവുണ്ട്, അത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ കെട്ടാനുള്ള പണം കിട്ടുമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് 2 ട്രിപ്പ് വന്നതല്ലേ, എന്നിട്ട് ഞാൻ അതിന് പോയോന്ന് ചോദിക്കുന്നുണ്ടേ. അത് മാത്രമല്ല, നമ്മൾ പോലീസ് പിടിച്ച വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനും കൂടി ചേർത്തിട്ട് കേസ് ഫയൽ ചെയ്യും. അവരായിട്ട് തരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തുടർന്ന് വീണ്ടും ആ പോലീസുകാരൻ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. സർ, അവർ വരാൻ വേണ്ടി ലേറ്റ് ആവുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പൊ സാർ ഇന്ന് വണ്ടി കിട്ടില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. ഒരു കാര്യം ചെയ്യും, അവിടെ SI ഉണ്ട്, SIന്റെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ കെട്ടിയിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ പോയി സംസാരിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ സച്ചി. വേണ്ട വേണ്ട സാർ, ഇപ്പൊ എന്തോ പ്രധാനപ്പെട്ട കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് സംസാരിച്ചാൽ മതി. പോലീസുകാരൻ പോയി കഴിഞ്ഞതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല സച്ചിയേട്ടാ, ഇവര് വെയിറ്റ് ചെയ്യാനല്ലാണ്ട് വേറൊന്നും പറയുന്നില്ലല്ലോ. വണ്ടി തരുമോ ഇല്ലയോ? നമുക്ക് വണ്ടി തരല് മാത്രമാണോ അവരുടെ ജോലി? പോലീസുകാരാവുന്ന സമയത്ത് 1008 ജോലികൾ ഉണ്ടാകും. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യണം. വണ്ടി ഇവിടെ വെച്ച് തരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് തന്നെ പോകാം. തുടർന്ന് നമ്മുടെ വക്കീല് നീലിമയുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. നീലിമ പറയുന്നുണ്ട് ഇവരുടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നും നിങ്ങൾ ശരിക്കും പിടിക്കപ്പെട്ടു എന്ന് പറയാണ് കേട്ടോ. സാർ എന്താ പറയുന്നത്? അതേ നീലിമ, അവരിപ്പോ കേസ് കോർട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട് വിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കൂടുതലൊന്നും ചിന്തിക്കണ്ട, വേഗം പണം സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. സർ, ഞാൻ എന്തിനാ പണം കൊടുക്കുന്നത്? എന്റെ മേൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ എന്താ അവരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? നിങ്ങൾ എന്ത് പണി ഒപ്പിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ലേ. കേസ് ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് വീക്ക് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, കോംപ്രമൈസ്. സാർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യം വിചാരിച്ചപ്പോ സാർ എന്നെ എന്തൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അതിന് നിങ്ങൾ വായ വെച്ചിട്ട് ചുമ്മാ ഇരിക്കണമായിരുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി വന്നതെന്നും ബിസിനസ്സിന് ലോൺ ആവശ്യത്തിന് വേണ്ടി വന്നതെന്നുള്ള കാര്യമൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി വന്ന ചെക്കൻ്റെ അടുത്ത് പറയുന്നത് പോലെ എല്ലാം പറഞ്ഞില്ലേ? ഇപ്പൊ അവരുടെ വെറും വായിക്ക് അലുവ കൊടുത്ത പോലെയായി. ആ സുധിയെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ വേണ്ടി പറ്റും. എന്നാ ആ പെണ്ണുണ്ടല്ലോ, അവള് ഭയങ്കര ബുദ്ധിശാലിയാണ്. അത് തന്നെയാണ് സാർ എനിക്ക് മനസ്സിലാവാത്തത്. ഇവനൊരു ലൂസാണ്, പക്ഷെ എങ്ങനെ ഇത്രയും ബുദ്ധിശാലി ഒരു പെണ്ണിനെ ഇവനെ കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. നോക്കൂ നീലിമ, ആ പെണ്ണ് നിങ്ങളെ പണം കൊടുക്കാതെ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ പാതി സെറ്റിൽ ചെയ്തിട്ട് മീതി പണം പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. എന്നാ ഇപ്പൊ അതൊന്നും നടക്കില്ല. അപ്പൊ ഞാനിപ്പോ 50 ലക്ഷം തിരികെ കൊടുക്കണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളെന്താ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പണം എടുത്തോണ്ട് കൊടുക്കുന്ന പോലെ സംസാരിക്കുന്നത്? അവന്റെ പണമല്ലേ അത് വെച്ചിട്ട് കാനഡയിൽ നിങ്ങൾ നന്നായിട്ട് സമ്പാദിച്ചില്ലേ? ഇപ്പൊ എന്തായാലും ആ പണം തിരികെ കൊടുത്തല്ലേ പറ്റുള്ളൂ. അതല്ലേ ന്യായം? ഇപ്പൊ കേസ് ഫയലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് ലോക്കാകും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കാനഡയിൽ പോകാൻ വേണ്ടി പറ്റില്ല. പണം തിരികെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും. ശരി, കൊടുക്കുക എന്നുള്ള കാര്യം നീലിമ സമ്മതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് വീണ്ടും രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എത്ര നേരമായി നമ്മള് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വണ്ടി തരുന്നില്ലല്ലോ എന്നുള്ള കാര്യം പറയുകയാണേ. നമ്മുടെ ഭാഗത്ത് തെറ്റായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പൂവൊക്കെ ഒരുപാട് കൊടുക്കാനുണ്ട് സച്ചിയേട്ടാ. ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് നഷ്ടപ്പെടുക എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതിപ്പോഴാണോ ചിന്തിക്കേണ്ടത്? കടയിൽ പൂ കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂ കൊടുക്കുക വരിക അത്ര ആയിരിക്കണം. അല്ലാതെ അവിടെ പോയിട്ട് കാവലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ബൈക്ക് പോയില്ലേ? നിനക്കാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ ഒരാളെ നിർത്തിയിട്ട് പോയിക്കൂടായിരുന്നോ? എന്ത് ചെയ്യാനാ സച്ചിയേട്ടാ, ഒക്കെ എന്റെ നേരമാണ്. സൈക്കിളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഞാൻ ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആരും പോലീസ് ഒന്നും വന്ന് എടുത്തോണ്ട് പോയിട്ടില്ല.
ബൈക്കും സൈക്കിളും ഒരുപോലെയാണോ രേവതി എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് രണ്ടിനും 2 ചക്രമല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. ആഹാ, ബുൾഡോസറിന്റെ 2 ചക്രമാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നടു റോട്ടിൽ നിർത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവോ? അവളുടെ സംസാരം കേട്ടില്ലേ? പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം ലേറ്റ് ആവുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോൾ ഞാനും വരാം എന്ന് പറയണേ. അയ്യോ, നിന്റെ ഈ വായ വെച്ചിട്ട് നീ ഇവിടെ തന്നെ നിരുന്നാ മതി, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി ഒറ്റയ്ക്ക് പോവാണേ. നീലിമയും അതുപോലെ വക്കീൽ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും ഒരു പോലീസുകാരെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നീലിമയെ നമ്മുടെ സച്ചി കാണുന്നില്ല. പോലീസുകാരെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, സാർ എസ് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. സാർ ഒരു കേസിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ സാർ ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു, വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ പൂ ഇരിപ്പുണ്ട്, അത് വാടി പോകുന്നൊക്കെ പറയാൻ കേട്ടോ. അല്ലെങ്കിൽ സാർ ഒരു കാര്യം ചെയ്തോളൂ, പൂ നിങ്ങളങ്ങ് മേടിച്ചോളൂ എന്ന് പറയുമ്പോൾ പൂ മേടിച്ചിട്ട് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്ത് ചെയ്യാനാണ് സാർ? ഒരു ഐഡിയ ഉണ്ട്, ഇവിടെയുള്ള എല്ലാ ഫോട്ടോന്റെ മേലെ പൂ തൂക്കിക്കോളൂ, എല്ലാ കേസും ഉടനെ തന്നെ തീരണം എന്നും ആരും തെറ്റ് ചെയ്യരുതെന്നുള്ള കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സമയത്ത് തെറ്റാരും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? പിന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? അതും ശരി തന്നെയാണ് സാർ, വണ്ടി തിരിച്ച് ഞാൻ പോയി ഇൻസ്പെക്ടറെ കാണാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. നീ എന്നാ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് കയറി പോവാണോ? സാർ എനിക്ക് വണ്ടി വേണം സാർ, പ്രധാനപ്പെട്ട ഒരു കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. തുടർന്ന് വക്കീൽ ചെന്നിട്ട് എസ് ഐയുടെ അടുത്ത് പറയുന്നുണ്ട്, സാർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അപ്പോഴേക്കും ശ്രുതി പറയുന്നത് ടൈമൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല, ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യണം. ഇവൾ എന്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയതിനു ശേഷം ഞാൻ വീട്ടിൽ ദിവസവും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്റെ അച്ഛന്റെ റിട്ടയർമെന്റ് പണമാണ്, പാവമാണ് എന്റെ അച്ഛൻ, അത് ഇവരെടുത്തോണ്ട് പോകുന്ന സമയത്ത് അറിയില്ലായിരുന്നു സാർ എന്ന് നീലിമ ചോദിക്കുന്നുണ്ട്. നീ സംസാരിക്കരുത് എന്നും നിന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഇവനെ വിശ്വസിച്ച് ഞാനും കവളിക്കപ്പെട്ടിട്ടുണ്ട്. നീ എന്ത് കവളിക്കപ്പെട്ടു എന്നുള്ള കാര്യം സ്നേഹത്തിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അല്ലേ പറ്റിച്ചത്? നിന്റെയൊക്കെ സ്നേഹം ഇതാണോടി? എന്തായാലും നീ എന്റെ ലൈഫ് വിട്ടു പോയത് നല്ലതിന് തന്നെയാണ്. എനിക്ക് ശ്രുതിയെ പോലെ നല്ലൊരു വൈഫിനെ കിട്ടി. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര കുളിരുണ്ട് കേട്ടോ. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, ശരി 50 ലക്ഷം രൂപ സെറ്റിൽ ചെയ്യുക എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് 50 ലക്ഷം പോരാ എന്നും ഇത്രയും നാള് ഞങ്ങളിടുന്ന് അടിച്ചോണ്ട് പോയിട്ട് വെച്ചതല്ലേ കയ്യില്, അതിന്റെ പലിശയും കൂടി ചേർത്ത് വേണം 55 ലക്ഷം രൂപ കിട്ടണമെന്ന് പറയാണേ. സാർ എന്താ അവര് കൂടുതൽ ചോദിക്കുന്നത് നീലിമ ചോദിക്കുന്ന സമയത്ത് എസ് ഐ പറയുന്നുണ്ട്, അവർ ന്യായമായിട്ടല്ലേ ചോദിക്കുന്നത്, കൊടുത്തു കഴിഞ്ഞാൽ നിനക്കും കാനഡ പോവാം. തുടർന്ന് വക്കീൽ പറയുന്നുണ്ട്, ശരി സാർ ആ എമൗണ്ട് തന്നെ ഓക്കെ ആക്കാം, ഇപ്പൊ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതാക്കിയിട്ട് കറക്റ്റ് ചെയ്യാന്നുള്ള കാര്യം പറയാണ്. തുടർന്ന് ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തിട്ട് നമ്മുടെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കാണ് കേട്ടോ നീലിമ. പണം ക്രെഡിറ്റ് ആയപ്പോ തന്നെ മെസ്സേജ് വരുന്നുണ്ട്, ദാ ശ്രുതി പണം വന്നു എന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയണേ. ഇത് കാണുമ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇതിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. സൈൻ ചെയ്യുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം പിടിച്ചു പറിച്ച് വാങ്ങിയതല്ലേ, അതൊരിക്കലും നിങ്ങൾക്ക് ഗുണത്തിന് കൊള്ളില്ല എന്നുള്ള കാര്യം പറയുമ്പോ എന്താ ശപിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ പോലെ ഒരുത്തി ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഫലിക്കില്ല. അങ്ങനെ ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് എസ് ഐ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ വീണ്ടും നിങ്ങൾ എന്തിനാ അടിയുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. തുടർന്ന് നീലിമയുടെ അടുത്തുനിന്നും സൈൻ മേടിക്കുന്നുണ്ട് കേട്ടോ. സാക്ഷിയായിട്ട് ആരാ നിങ്ങളുടെ ഭാഗത്ത് സൈൻ ചെയ്യാനുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ലോയർ ഉണ്ടെന്ന് പറയുകയാണെ. ലോയർക്കൊന്നും അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, സാക്ഷിയായിട്ട് മറ്റാരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ സാർ എനിക്കിവിടെ അറിയുന്ന ആരുമില്ല എന്ന് പറയുകയാണെ. നമ്മുടെ സച്ചിയുമായി സംസാരിച്ച ആ പോലീസുകാരനുണ്ടല്ലോ, അപ്പോഴേക്കും അയാളാണ് വന്നിട്ട് ഫയലൊക്കെ എടുത്തു കൊടുത്തത്. അയാൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വരൂ മാഡം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണേ. അങ്ങനെ പോലീസുകാരെ സച്ചിക്ക് അരികിലേക്ക് കൊണ്ടുപോഴേക്കും മാഡം എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ പോലീസുകാരൻ നിനക്ക് ഇവരെ അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഞങ്ങളുടെ കസ്റ്റമർ ആണെന്നുള്ള കാര്യം സച്ചി അറിയിക്കുന്നുണ്ട്. മാഡം എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊരു ചെറിയ കൊടുക്കൽ വാങ്ങൽ പ്രശ്നമാണ്, എല്ലാം സോൾവ് ആയി, അവർക്കൊരു സാക്ഷി കയ്യെഴുത്ത് അവർക്ക് സാക്ഷിയായിട്ട് ഒരാൾ ഒപ്പിട്ട് കൊടുക്കണം, നീ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയാണ്. അയ്യോ ഞാനോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതേ സച്ചി എനിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ള കാര്യം നീലിമ പറയുന്നുണ്ട്. അയ്യോ മാഡം സാക്ഷി ഒപ്പിട്ടിട്ട് കാര്യം എന്താണെന്നൊന്നും അറിയാതെ പിന്നെ എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാലോ? പ്രശ്നമൊന്നുമില്ല, എല്ലാം തീർന്നു, നീ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പോയെന്നുള്ള കാര്യം പോലീസുകാരൻ പറയാണ്. നിനക്ക് ഇൻസ്പെക്ടറെ കണ്ടിട്ട് നിനക്ക് പെട്ടെന്ന് വണ്ടി മേടിക്കുക എന്ന് പറയുന്ന സമയത്ത് ഓ അപ്പൊ ഇവരുടെ കേസായിരുന്നോ നടന്നുകൊണ്ടിരുന്നത്, അതെ നീ സൈൻ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ നീലിമയെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് സച്ചി ഈ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്തതാന്ന് പറയുമ്പോൾ സച്ചി സൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീലിമ വീണ്ടും എസ് ഐക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതോടുകൂടി നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു, നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സർ ഇനിയെങ്കിലും ഇതുപോലെ മറ്റുള്ളവരെ
കബളിപ്പിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി പറ സർ. നമ്മൾ ജീവനത്തുള്ള സ്നേഹിച്ച് ഒരാൾ നമ്മളെ കബളിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിഷമം എത്രത്തോളം ആയിരിക്കും എന്നുള്ള കാര്യം ഇവൾക്ക് അറിയില്ല. കോംപ്രമൈസ് ആയില്ലേ, അത് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്ന പോലെ സുധിയെ എല്ലാവരും അവിടെ നിന്ന് ഓടിക്കുകയാണ് കേട്ടോ നമ്മുടെ SI. പോകുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസം ഇതിന് അനുഭവിക്കും, എന്താ നീ വരട്ടുവാണോ, നീ പോടി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. ആ ശ്രുതിയോടുള്ള കലിപ്പ് വെച്ചിട്ടാണ് നീലിമ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. അത് മാത്രോ നമ്മുടെ സച്ചിയാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയും ഒരു വഴി കൂടെ ഇറങ്ങി വരുമ്പോൾ സച്ചിൻ രേവതി വശത്തു കൂടെ അങ്ങ് കയറിയിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. പണം കിട്ടിയപ്പോഴാണ് ഇപ്പോഴും സമാധാനമായി എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത്, അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി കറക്റ്റ് സമയത്ത് പ്രയോഗിക്കണം എന്നുള്ള കാര്യം. ശരിക്കും നീ എന്നെക്കാൾ ബ്രില്യന്റ് ആണെന്നുള്ള കാര്യം പറയുമ്പോൾ ശരി പോവാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് SIയുമായി സംസാരിച്ചിട്ട് നമ്മുടെ സച്ചിൻ രേവതി ഫൈനൊക്കെ കെട്ടിയിട്ട് വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതിയും കൂടി ചേർത്തിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ അടുത്ത് കൈ തരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ കൈ താ, എന്നിട്ട് കയ്യിൽ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതി നമ്മൾ പുറത്താ എന്നുള്ള കാര്യം പറയുമ്പോൾ അതുകൊണ്ടാണ് നിനക്ക് കയ്യിൽ തന്നത്, ഞാൻ എത്രത്തോളം സന്തോഷവാനായെന്നുള്ള കാര്യം നിനക്ക് അറിയോ, അതിന് കാരണം നീയാണ്. എന്തിനാ ശ്രുതി എന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത്, നീ അവളെ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് പണം കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ അവളെ നമുക്ക് ഒരിക്കലും കയ്യിൽ കിട്ടുകയും പണം തിരികെ കിട്ടുകയും ചെയ്യില്ലായിരുന്നു. പണം ഇപ്പൊ നമുക്ക് എത്ര പ്രധാനം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവളെ, അത് നീ പലിശയോട് ചേർത്ത് കണ്ട് വഴിച്ചില്ലേ, 55 ലക്ഷം രൂപ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ആ അമ്പലത്തിൽ പോയിട്ട് പിച്ചെ എടുത്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പണം വരും എന്നുള്ള കാര്യം ആ സ്വാമിയാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതേപോലെ തന്നെ നടന്നു. കുറച്ചു നേരം പിച്ചെ എടുത്തപ്പോഴേക്കും എനിക്ക് 55 ലക്ഷം രൂപ കയ്യിൽ വന്നു. അപ്പൊ എന്താ ശ്രുതി ഇനി ദിവസം അവിടെ പോയിട്ട് പിച്ചെ എടുക്കാൻ വേണ്ടി പോകണമെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. എന്തെങ്കിലും ഞാൻ പറയും മിണ്ടാതിരുന്നോണം, ഇത് സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം വന്നതാണ്. കറക്റ്റ് ആണ്, ഓൾ ക്രെഡിറ്റ് ഗോസ് യു. ഈ പണം കയ്യിലില്ലാത്തത് കൊണ്ട് എന്തൊരു അപമാനമായിരുന്നു. ആദ്യം സച്ചിയുടെ അടുത്ത് പോയിട്ട് പറയണം. അതെന്തിനാ സച്ചിയുടെ അടുത്ത് പോയിട്ട് പറയുന്നത്, അച്ഛന്റെ പണം എടുത്തുകൊണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൻ എന്തോരം എന്നെ കളിയാക്കിയിട്ടുണ്ട്. അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല എന്നും പഠിച്ചവനാണ്, ഇതാ നിന്റെ പണം എന്ന് പറഞ്ഞിട്ട് മുഖത്തെറിഞ്ഞു കൊടുക്കണം. വാ പോകാം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ ശരിക്കും ഡിഗ്രി പഠിച്ചത് തന്നെയാണോ അതോ കാശ് കൊടുത്ത് മേടിച്ചതാണോ, എന്താ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നില്ലാതെ അറിവില്ലാത്ത പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴല്ലേ കയ്യിൽ പണം വന്നത്, അത് അങ്ങനെ തന്നെ തിരികെ കൊണ്ടുകൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം? അവൻ നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചുമ്മാ ഇരിക്കോ, നിനക്ക് ജോലിയില്ല എന്നുള്ള കാര്യം വീണ്ടും പറയില്ലേ? അത് ശരി തന്നെയാണ്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ നീ ആ പണം കൊണ്ടുപോയിട്ട് അച്ഛന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ 3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നിന്റെ അച്ഛന് ഒരു ഷെയർ കൊടുക്കണം എന്നുള്ള കാര്യം സച്ചി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം നിന്റെ കയ്യിൽ എത്ര പണം ഉണ്ടാവും നീ വിചാരിക്കുന്നത്? അത് വെച്ചിട്ട് കാനഡ പോകാൻ വേണ്ടി പറ്റുമോ ശ്രുതിക്ക്? കയ്യിൽ പണം വെച്ചിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മൊത്തത്തിൽ അവരെ കബളിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. ആദ്യം നിനക്ക് കാനഡ പോകാനുള്ള പണം കയ്യിൽ വെക്കണം. ഈ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡ പോകാൻ വേണ്ടി പറ്റില്ല എന്നല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, പിന്നെ ഇയർ ബാറായിപ്പോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏജൻസിക്ക് പോയിട്ട് പണം കൊടുക്കാം. അതെ, ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ എങ്ങനെ തന്നെ നിന്നെ വിട്ടിട്ട് പോവാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ആദ്യം പൊക്കോ, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആകും. അവിടെ സമ്പാദിച്ചിട്ട് അച്ഛന് കൊടുക്കേണ്ട പണം നമുക്ക് തിരികെ കൊടുക്കാം. ഇത് നല്ല ഐഡിയ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ പോയിട്ട് ഏജൻസിക്ക് പണം കിട്ടാം എന്ന തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏജൻസിക്ക് ചെല്ലുവാണ് കേട്ടോ. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് 14 ലക്ഷം രൂപ സാർ ഞാൻ ഇപ്പൊ കെട്ടാ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പണമായിട്ട് തന്നാലും എങ്ങനെ ആക്കി തന്നാലും കാര്യമില്ല, ആ ഒരു പോസ്റ്റിലേക്ക് വേറെ ആളെ സെൻഡ് ചെയ്തു എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ. സർ ഞാനല്ലായിരുന്നു എലിജിബിൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിരുന്നു. ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് നിങ്ങളെക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞതാണ്, പിന്നെന്താ സാർ അവരെ സെലക്ട് ചെയ്തെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ 14 ലക്ഷം രൂപ അവർ ഉടനെ തന്നെ കെട്ടി. അതുകൊണ്ട് തന്നെ അവർ കാനഡയിലേക്ക് ആ ജോലിക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് അവർ ജോയിൻ ചെയ്യും. നിങ്ങൾ ഒരുപാട് ലേറ്റ് ആയി പോയി വന്നത്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഇവരുടെ വൈഫാണ്, ഇവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കും. ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയാണ് കേട്ടോ. ഇനി എന്തായാലും ശ്രുതിക്ക് ആ രാജ്യത്ത് ജോലി കിട്ടുന്നത് കഷ്ടമാണ്. കാരണം ഈ വർഷത്തോട് കൂടിയിട്ട് അവരുടെ ഏജ് ബാറായി. വേറെ കൺട്രി ഏതെങ്കിലും ട്രൈ ചെയ്യാം, ജോബ് വേക്കൻസി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മെയിൽ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവർ വിഷമത്തോട് കൂടിയിട്ട് മടങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. പണം കിട്ടിയപ്പോൾ കാനഡ ജോലിയും പോയി കഴിഞ്ഞു കേട്ടോ നമ്മുടെ ശ്രുതിയുടെ. എന്തായാലും ആ പണം ശ്രുതിയും വീട്ടിൽ കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മറച്ചു വെച്ചാലും ഇവർക്ക് ഒരുപാട് നാളൊന്നും മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അതില് സൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സച്ചിയാണല്ലോ. അപ്പോൾ അതിന്റെ ചുരുളഴിയാനുള്ള എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണം.